ഡ്രം ബ്രേക്ക് ഭാഗങ്ങളും പ്രവർത്തനങ്ങളും. 1. ബ്രേക്ക് ഡ്രം. ചക്രത്തിനൊപ്പം കറങ്ങുന്ന വൃത്താകൃതിയിലുള്ള കാസ്റ്റ് ഇരുമ്പ് ഘടകമാണ് ബ്രേക്ക് ഡ്രം. ബ്രേക്കുകൾ പ്രയോഗിക്കുമ്പോൾ ബ്രേക്ക് ഷൂകൾ ഡ്രമ്മിന്റെ ആന്തരിക ഉപരിതലത്തിൽ അമർത്തുകയും വാഹനത്തെ മന്ദഗതിയിലാക്കാനോ നിർത്താനോ ഘർഷണം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഡ്രം ഉയർന്ന ചൂടിനെ നേരിടുകയും തേയ്മാനം കുറയ്ക്കുകയും വേണം. അതിനാൽ ഇത് സാധാരണയായി കാസ്റ്റ് ഇരുമ്പ് അല്ലെങ്കിൽ സംയോജിത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. 2. വീൽ സിലിണ്ടർ. ബ്രേക്ക് ഫ്ലൂയിഡ് മർദ്ദത്തെ മെക്കാനിക്കൽ ശക്തിയാക്കി മാറ്റുന്ന ഒരു ഹൈഡ്രോളിക് ഘടകമാണ് വീൽ സിലിണ്ടർ. ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ ബ്രേക്ക് ദ്രാവകം വീൽ സിലിണ്ടറിനുള്ളിൽ പിസ്റ്റണുകളെ തള്ളുന്നു. ഇത് ബ്രേക്ക് ഷൂകളെ ഡ്രമ്മിന് നേരെ പുറത്തേക്ക് തള്ളുകയും ഘർഷണം സൃഷ്ടിക്കുകയും വാഹനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. 3. ബാക്ക് പ്ലേറ്റ്. ആക്സിലിലോ സ്പിൻഡിലോ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ലോഹ പ്ലേറ്റാണ് ബ്രേക്ക് ഷീൽഡ് എന്നും അറിയപ്പെടുന്ന ബാക്ക് പ്ലേറ്റ്. വീൽ സിലിണ്ടർ, ബ്രേക്ക് ഷൂകൾ, സ്പ്രിംഗുകൾ, മറ്റു ഭാഗങ്ങൾ എന്നിവയ്ക്ക് സ്ഥിരതയുള്ള ഉപരിതലം നൽകുകയും മറ്റെല്ലാ ഡ്രം ബ്രേക്ക് ഘടകങ്ങൾക്കും ഇത് അടിത്തറയായി പ്രവർത്തിക്കുന്നു. ഇത് ബ്രേക്ക് അസംബ്ലിയെ അഴുക്കിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. 4. ലീഡിംഗ് ഷൂ. ഡ്രമ്മിന്റെ റൊട്ടേഷനിന്റെ ദിശയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബ്രേക്ക് ഷൂ ആണ് ലീഡിംഗ് ഷൂ. ബ്രേക്കുകൾ പ്രയോഗിക്കുമ്പോൾ സ്വയം ഊർജ്ജസ്വലമായ പ്രഭാവം കാരണം ലീഡിംഗ് ഷൂ കൂടുതൽ ശക്തിയോടെ ഡ്രമ്മിലേക്ക് തള്ളുന്നു. ഇത് കൂടുതൽ ഫലപ്രദമായ ബ്രേക്കിംഗ് നൽകുന്നു. 5. ട്രെയിലിംഗ് ഷൂ. ഡ്രമ്മിന്റെ റൊട്ടേഷനിന്റെ ദിശയ്ക്ക് എതിർവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബ്രേക്ക് ഷൂ ആണ് ട്രെയിലിംഗ് ഷൂ. ലീഡിംഗ് ഷൂവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് ശക്തി കുറവാണെങ്കിലും ഡ്രമ്മിൽ അമർത്തുന്നതിലൂടെ ബ്രേക്കിംഗ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. 6. ലൈനിംഗ്. ബ്രേക്ക് ഷൂകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഘർഷണ വസ്തുവാണ് ലൈനിംഗ്. ഇത് ഡ്രമ്മുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും വാഹനത്തെ മന്ദഗതിയിലാക്കാനോ നിർത്താനോ ആവശ്യമായ ഘർഷണം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ലൈനിംഗ് ക്ഷയിക്കുകയും ബ്രേക്കിംഗ് കാര്യക്ഷമത നിലനിർത്താൻ അത് മാറ്റിസ്ഥാപിക്കുകയും വേണം. 7. റിട്ടേൺ സ്പ്രിംഗ്. ബ്രേക്ക് വിട്ടതിനുശേഷം ബ്രേക്ക് ഷൂകളെ അവയുടെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരുന്ന ചെറുതും എന്നാൽ നിർണായകവുമായ ഘടകമാണ് റിട്ടേൺ സ്പ്രിംഗ്. 8. പാർക്കിംഗ് ലിവർ. ഹാൻഡ് ബ്രേക്ക് ലിവർ എന്നും അറിയപ്പെടുന്ന പാർക്കിംഗ് ലിവർ, പാർക്കിംഗ് ബ്രേക്ക് ഏർപ്പെടുമ്പോൾ ബ്രേക്ക് ഷൂകളെ സജീവമാക്കുന്ന ഒരു മെക്കാനിക്കൽ ലിങ്കേജാണ്. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് സ്വതന്ത്രമായി പാർക്ക് ചെയ്യുമ്പോൾ വാഹനം നിശ്ചലമായി തുടരാൻ ഇത് അനുവദിക്കുന്നു. 9. ആങ്കർ. ബ്രേക്ക് ഷൂകളുടെ പിവറ്റ് പോയിന്റായി പ്രവർത്തിക്കുന്ന ബാക്ക് പ്ലേറ്റിലെ ഒരു ഫിക്സഡ് പിൻ അല്ലെങ്കിൽ പോസ്റ്റാണ് ആങ്കർ. ഷൂസ് ശരിയായി വിന്യസിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയും ബ്രേക്കുകൾ പ്രയോഗിക്കുമ്പോൾ പുറത്തേക്ക് നീങ്ങാനും റിലീസ് ചെയ്യുമ്പോൾ തിരികെ വരാനും ഇത് അനുവദിക്കുന്നു. 10. അഡ്ജസ്റ്റർ ലിവർ. ഡ്രം ബ്രേക്കുകളിലെ സ്വയം ക്രമീകരിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമാണ് അഡ്ജസ്റ്റർ ലിവർ. ഇത് ലൈനിംഗ് തേയ്മാനം സംഭവിക്കുമ്പോൾ ബ്രേക്ക് ഷൂകളും ഡ്രമ്മും തമ്മിലുള്ള ദൂരം ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കുകയും മാനുവൽ ഇടപെടലില്ലാതെ സ്ഥിരമായ ബ്രേക്കിംഗ് പ്രകടനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. 11. ഷൂ ഹോൾഡ് സ്പ്രിംഗ്. ഷൂ ഹോൾഡ് സ്പ്രിംഗ് ബാക്ക് പ്ലേറ്റിലേക്ക് ഷൂസ് സുരക്ഷിതമാക്കാൻ പിന്നുകളോ ക്ലിപ്പുകളോ ഉപയോഗിക്കുന്നു. ബ്രേക്കിംഗ് സമയത്ത് ഷൂ സ്ലൈഡ് ചെയ്യാൻ അനുവദിക്കുമ്പോൾ ഇത് വൈബ്രേഷൻ മൂലമുണ്ടാകുന്ന ചലനത്തെ തടയുന്നു. ഫലപ്രദമായ ബ്രേക്കിംഗിനായി അവ ശരിയായി വിന്യസിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു.